Hi students, in this session we will discuss precedence of Python operators. Last session we have already discussed Python operators, different operators available in Python language. So next is how these Python operators are used in an expression. And what is an expression? How these operators are used in an expression, how Python interpreter evaluate these operators. So what is an expression in Python language? The combination of values, variable, operators, function call is termed as an expression. The Python interpreter evaluate a valid expression. So normally Python expression contains a variable, operator, values and a function call. ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പൈത്തനകത്ത് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാല്യൂസ് ഉണ്ടാകും, വേരിയബിൾസ് ഉണ്ടാകും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാകും ആൻഡ് ഫങ്ഷൻ കോൾസ് ഉണ്ടാകും. അതിനകത്ത് വാല്യൂസ് നമുക്കറിയാം, കോൺസ്റ്റൻറ്റ് വാല്യൂസ് എന്നറിയാം. വേരിയബിൾസ് നമുക്കറിയാം, ഒരു വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നെയിം, അതാണ് ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ്, അപ്പോൾ വാല്യൂസും വേരിയബിൾസും ഓപ്പറേറ്റേഴ്സും. ഇനി നമുക്ക് ഫങ്ഷൻ കോളാണ് നമ്മളൊക്കെ അറിയാത്തത്, നമ്മൾ പഠിക്കും. എനിവേ ഫങ്ഷൻ കോളുമുള്ള ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നോർമലി പൈത്തൺ ഇൻ്റർപ്രിറ്റർ ക്യാൻ ഇവാലുവേറ്റ് this expression and find out a particular value, find out its value. For example, 5 minus 7 it's an expression. ഇതിനകത്ത് വാല്യൂസ് ഉണ്ട്, വേരിയബിളും ഓപ്പറേറ്ററും, പിന്നെ വാല്യൂസ് ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, വേരിയബിൾ ഇല്ല, പിന്നെ എന്തില്ല, ഫങ്ഷൻ കോൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 5 minus 7 5 and 7 എന്താണ്, വാല്യൂസ് ആണ്. 5 and 7 values and minus symbol is a arithmetic operator used to subtract 7 from 5. So its result is -2. ഇതാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഇൻ്റർപ്രിറ്ററിന്, പൈത്തൺ ഇൻ്റർപ്രിറ്ററിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ഇറ്റ് ഗിവ്സ് എ റിസൾട്ട് -2. അതാണ് ആക്ച്വലി ഒരു എക്സ്പ്രഷൻ എന്നാണ്. അപ്പോൾ 5 minus 7 എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് പറയാം, ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ആ എക്സ്പ്രഷൻ്റെ റിസൾട്ടാണ് എന്ത്, -2. ഞാനത് എക്സ്പ്രഷൻ y = x + 5 × 2 + 3. So here there are lot of operators and 2 variables and 3 values. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾ, x is another വേരിയബിൾ ആൻഡ് 5 എന്ന് പറഞ്ഞാൽ 3 2s are values. ഇനി ഓപ്പറേറ്റർ നോക്കി, ഹിയർ ദർ ഇസ് എൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ദെൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻസ്, plus again. So this is a valid expression. ഇനി ഓപ്പറേറ്റർ പ്രെസിഡൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹൗ എ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഇവാലുവേറ്റ് ദീസ് എക്സ്പ്രഷൻസ്. നിങ്ങൾ നോക്കിയാൽ പല രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ x + 5 ആദ്യം എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, 2 + 3 പിന്നീട് ഇവാലുവേറ്റ് ചെയ്യാം. അതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇനി x + 5 ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി 2 + 3 ആദ്യം ചെയ്യാം, അതിനെ 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ദെൻ എക്സിന് എൻ്റെ വാല്യൂയുടെ കൂടെ ആഡ് ചെയ്യാം, ആൻഡ് ഫൈനലി അസൈൻ ടു വേരിയബിൾ y. അങ്ങനെ ചെയ്യാം. അപ്പം എങ്ങനെയാണ് ആക്ച്വലി ഇത് പെർഫോം ചെയ്യുന്നത്, എന്ത് ഓർഡറിലാണ്, ഇൻ വിച്ച് ഓർഡർ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഹാൻഡിൽസ് ദി ഓപ്പറേറ്റർ ഇൻ എൻ എക്സ്പ്രഷൻ, അതാണ് ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പ്രസിഡൻസ് മീൻസ് ഇൻ വിച്ച് ഓർഡർ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഇവാലുവേറ്റ് operators in an expressions. Okay, here 5 minus 7 is an expression. There can be more than one operator in an expression. ചിലതിനകത്ത് നമുക്ക് എന്തുണ്ട്, മോർ ദൻ വൺ എക്സ്പ്രഷൻസ് അല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല, ഇതിനകത്ത് എന്തുണ്ട്, മോർ ദൻ വൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ഇതിനകത്ത് എന്തില്ല, ഫങ്ഷൻ കോൾ ഇല്ല. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഫങ്ഷൻ കോൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഒരു എക്സ്പ്രഷനാണ്, ഇത് രണ്ടും വാലിഡ് എക്സ്പ്രഷനാണ്. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി പ്രസിഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അനദർ എക്സ്പ്രഷൻ 10 മൈനസ് 4 ഇൻറ്റു 2. 10 മൈനസ് 4 ഇൻറ്റു 2. അപ്പോൾ നോർമലി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ചിട്ട് 10 മൈനസ് 4 എന്നാണ് ആദ്യം പെർഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 എന്താണ്, 6 ഇൻറ്റു 2 12 കിട്ടണം. ബട്ട് ആക്ച്വൽ റിസൾട്ട് ഈസ് 2. അപ്പോൾ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ വേറെ രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8. 10 മൈനസ് 8 = 2. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ രണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് പൈത്തൺ ഹാൻഡിൽ ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, 2 അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, മൈനസ് സൈൻ ആൻഡ് multiplication symbol. The multiplication has higher precedence than subtraction, or higher priority than subtraction. The symbol of subtraction is less priority than or precedence than multiplication symbol. So multiplication symbol is evaluated first. അപ്പോൾ അതായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പോൾ 4 ഇൻറ്റു 2 എന്ന് ആദ്യം പെർഫോം ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് 10-നകത്ത് എന്ത് ചെയ്യുള്ളൂ, സബ്ട്രാക്ട് ചെയ്യുള്ളൂ. സോ ദിസ് ഇസ് ദി ഓർഡർ എ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഇവാലുവേറ്റ് എൻ എക്സ്പ്രഷൻസ്, ഓപ്പറേറ്റർ ഇൻ എൻ എക്സ്പ്രഷൻസ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് എ പാരന്തസിസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്പ്രഷനെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നോക്കിയാൽ നിങ്ങൾ 10 മൈനസ് 4, അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഈ പാരന്തസിസിനായിരിക്കും. അപ്പോൾ ആദ്യം എന്ത് പെർഫോം ചെയ്യും, 10 മൈനസ് 4 ചെയ്യും, ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 = 12. നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് 12 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരന്തസിസ്, അപ്പം പാരന്തസിസ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, പ്രസിഡൻസിനെ ഓവർകം ചെയ്യുന്നത്, നമ്മൾ ഓവർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ. ഇപ്പം നോർമൽ പ്രസിഡൻസിനെ ജസ്റ്റ് ഓവർ ചെയ്യുന്നത്. അപ്പം പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൺസെപ്റ്റ് കിട്ടിയല്ലോ, ഇൻ വിച്ച് ഓർഡർ എ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഹാൻഡിൽ ഓപ്പറേറ്റേഴ്സ് ഇൻ എൻ എക്സ്പ്രഷൻ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഓരോരോ ഓപ്പറേറ്ററിൻ്റെയും പ്രസിഡൻസ് എന്നാണ്. അപ്പം ഓപ്പറേറ്റർ പ്രസിഡൻസ് ഇൻ പൈത്തൺ ഈസ് ലിസ്റ്റഡ് ഇൻ ദി ഫോളോയിങ് ടേബിൾ. ഇറ്റ്സ് ഡിസെൻഡിങ് ഓർഡർ, അപ്പർ ഗ്രൂപ്പ് ഹാസ് ഹയർ പ്രസിഡൻസ് ദെൻ ലോവർ വൺസ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മീനിങ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ടോപ്പിൽ കാണുന്നതായിരിക്കും എന്ത്, ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് എന്ന് പറയാം. സോ ഹയസ്റ്റ് പ്രസിഡൻസ് ഈസ് പാരന്തസിസ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പാരന്തസിസിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് എന്തുള്ളത്, പ്രസിഡൻസ് ഉള്ളത് അല്ലെങ്കിൽ പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ ഒരു ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുള്ളൂ, ഹാൻഡിൽ ചെയ്യുള്ളൂ. നെക്സ്റ്റ് എന്തായിരിക്കും, എക്സ്പോണൻറ്റ് സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്ന സാധനം ഒക്കെ ചെയ്യുന്നില്ല, എക്സ്പോണൻ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത്. നെക്സ്റ്റ് വൺ ഈസ് യൂണറി ഓപ്പറേറ്റേഴ്സ് മീൻസ് പ്ലസ് സൈൻ, മൈനസ് സൈൻ, ടിഡിൽ ഫാക്ടർ. ടിഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഇവിടെ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ പോസിറ്റീവ് വാല്യൂ. ഇവിടെ മൈനസ് എക്സ് എന്ന് പറയുന്നത് വാല്യൂ ഇൻസൈഡ് ദി എക്സ് വേരിയബിൾ ഇസ് എ നെഗറ്റീവ് വാല്യൂ. ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സൊക്കെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, തേർഡ് പ്രയോറിറ്റി ഉള്ളത് അല്ലെങ്കിൽ തേർഡ് പ്രസിഡൻസ് ഉള്ളത്. നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ. ആൻഡ് ഓൾ ദീസ് ഓപ്പറേറ്റേഴ്സ് ഹാവ് ദി സെയിം പ്രസിഡൻസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ അതേപോലെ തന്നെ കേട്ടോ, പ്ലസ് മൈനസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ഇതിന് മൂന്നിന് എന്തായിരിക്കും, ഒരേ പ്രയോറിറ്റിയാണ്, പക്ഷേ ഏതിനേക്കാളും കുറവായിരിക്കും, എക്സ്പോണൻറ്റിനേക്കാളും കുറവായിരിക്കും. ഇത് വന്നാലും ഒരേ പ്രയോറിറ്റി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്, മനസ്സിലായല്ലേ. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഫ്ലോർ ഡിവിഷനും മോഡുലസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ ഇൻറ്റു ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ, ഫ്ലോർ ഡിവിഷൻ, ഇതിനൊക്കെ എന്തായിരിക്കും, സെയിം പ്രയോറിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് ഫോർത്ത് പ്രയോറിറ്റിയാണ് പൈത്തൺ ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ എന്ത് വരുന്നുള്ളൂ, അഡീഷനും സബ്ട്രാക്ഷനും വരുന്നുള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും ഓൾമോസ്റ്റ് സെയിം എന്താണ്, പ്രയോറിറ്റിയാണ്. അഡീഷൻ വന്നാലും സബ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാലും സെയിം പ്രയോറിറ്റിയിലെ കൺസിഡർ ചെയ്യുള്ളൂ.
ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ഷിഫ്റ്റിംഗ് ഓപ്പറേറ്ററാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിറ്റ് വൈസ് ഓപ്പറേറ്ററിനാണ് നെക്സ്റ്റ് പ്രസിഡൻസിനാണ്. ഇനി ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻസിനാണ് നെക്സ്റ്റ്. ബിറ്റ് വൈസ് എക്സോറിനാണ് അടുത്തത്. ബിറ്റ് വൈസ് ഓറിനാണ് എന്ത് നെക്സ്റ്റ് പ്രയോറിറ്റി കാണുന്നത്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് വരുന്നത്. ഐഡൻറ്റിറ്റി, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈസ് നോട്ട്, ഈസ് ഇൻ, നോട്ട് ഇൻ എന്നൊക്കെ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സിൻ്റെയും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കാരണം ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യാൻ, നോട്ട് ഈക്വൽ ടു ആണോ എന്ന് കമ്പയർ ചെയ്യാൻ, ഗ്രേറ്റർ ദെൻ ആണോ എന്ന് കമ്പയർ ചെയ്യാൻ, ഗ്രേറ്റർ ദെൻ ഒരു ഈക്വൽ ടു ആണോ എന്ന് കമ്പയർ ചെയ്യാൻ, ലെസ് ദെൻ ആണോ എന്ന് കമ്പയർ ചെയ്യാൻ, ലെസ് ദെൻ ഒരു ഈക്വൽ ടു ആണെന്ന് കമ്പയർ ചെയ്യാൻ. ഇതൊക്കെ കമ്പയർ ഈ ഓപ്പറേറ്റേഴ്സിനൊക്കെ സെയിം പ്രയോറിറ്റിയാണ്. ബട്ട് ലെസ് ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഓർ ഈ ഓപ്പറേറ്ററിനേക്കാളും എന്തായിരിക്കും, ഈ ഓപ്പറേറ്ററിനേക്കാളും കുറവ് പ്രയോറിറ്റി ഉള്ളൂ. പക്ഷേ ഇതിൽ കാണിക്കുന്ന, ഈ ഗ്രൂപ്പിൽ കാണിക്കുന്ന എല്ലാത്തിനും എന്തായിരിക്കും, ഹാവിങ് സെയിം പ്രയോറിറ്റി. ഓക്കെ, ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. നെക്സ്റ്റ് ഈസ് ലോജിക്കൽ നോട്ട്, അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഓർ. സോ ദീസ് ആർ ദി പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ഇൻ ദി പൈത്തണിനകത്തുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഹയറാർക്കി നമ്മൾ പറഞ്ഞു. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഏതായിരുന്നു, പരന്തസിസ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരുന്നത്, എക്സ്പൊണൻ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് യൂണറി ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലസ് മൈനസ് എന്ന് പറയുന്ന സാധനം വരുള്ളൂ. ബിറ്റ് വൈസ് ഓപ്പറേറ്ററായിട്ട് ബിറ്റ് വൈസ് നോട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനും ഒരേ പ്രയോറിറ്റിയാണ്. പക്ഷെ അത് ഏത് കഴിഞ്ഞിട്ടേ വരുള്ളൂ, എക്സ്പൊണൻ്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഫ്ലോർ ഡിവിഷനും മോഡുലസും ഓപ്പറേറ്ററാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ്, സബ്ട്രാക്ഷനും അഡീഷനും വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അടുത്തത് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എക്സോർ, ബിറ്റ് വൈസ് ഓർ. അത് കഴിഞ്ഞിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി, മെമ്പർഷിപ്പ് ഓപ്പറേറ്ററൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ എന്തായിരിക്കും, അത് കഴിഞ്ഞിട്ടാണ്. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത് ലോജിക്കൽ ആൻഡ് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആണ് എന്ത്, ലോജിക്കൽ ഓർ ഓപ്പറേറ്റേഴ്സ്. സോ ദീസ് ആർ ദി ഹയറാർക്കി ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ പൈത്തൺ ലാംഗ്വേജ്. ഒരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഹയറാർക്കി നമ്മൾ നോക്കാം. സപ്പോസ് വി ആർ കൺസ്ട്രക്ടിങ് ആൻ if else block which runs if when lunch is either fruit or sandwich and only if money is more than or equal to 2. നിങ്ങളിത് കണ്ടിട്ട് വലിയ ബേജാറാവണ്ട. ആക്ച്വലി അത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റർ എങ്ങനെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളതാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ഹയറാർക്കി എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കി നോക്കും നിങ്ങൾ, പ്രസിഡൻസ് ഓഫ് ഓർ ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറേറ്ററാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രസിഡൻസ് ഓഫ്, ഇവിടെ നോക്കി നിങ്ങൾ, മീൽ ഈക്വൽ ടു ഫ്രൂട്ട്. മീൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ, അതിനകത്തേക്ക് നമ്മൾ എന്ത് റൈറ്റ് ചെയ്തു, ഒരു സ്ട്രിങ് വേരിയബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ വാല്യൂ ഓഫ് വേരിയബിൾ മണി ഈക്വൽ ടു 0. ഇതിവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് മീൽ ഈക്വൽ ടു ഫ്രൂട്ട് ഓർ മീൽ ഈക്വൽ ടു സാൻഡ്വിച്ച് ആൻഡ് മണി ഗ്രേറ്റർ ദാൻ 2. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇത് ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ഓറും ആൻഡും എന്താണ്, ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ഇവിടെ എന്താ സംഭവിക്കുക, മീൽ ഫ്രൂട്ട് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കി. അല്ലെങ്കിൽ മീൽ ഈക്വൽ ടു സാൻഡ്വിച്ച് ആൻഡ് മണി ഗ്രേറ്റർ ദാൻ 2 ആണ്. ഇതെങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം? ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടുമല്ല നോക്കും. മീൽ ആദ്യം തന്നെ ഇതിന് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആൻഡ് ഓപ്പറേറ്ററിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. അപ്പം ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇതായിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം മീൽ ഈക്വൽ ടു സാൻഡ്വിച്ച് ആൻഡ് മണി ഗ്രേറ്റർ ദാൻ 2 ആണോ നോക്കും. മീൽ ഈക്വൽ ടു സാൻഡ്വിച്ച് ആണോ നോക്കും. മീൽ സാൻഡ്വിച്ച് അല്ല, മീലിൽ എന്താണ്, ഫ്രൂട്ടാണ് ആക്ച്വലി അല്ലേ. മീലിൻ്റെ വാല്യൂ ഫ്രൂട്ട് അല്ലേ, മീലിൻ്റെ വാല്യൂ സാൻഡ്വിച്ച് അല്ല. ആൻഡ് മണി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
അല്ലേ? ഇവിടെ ഇതിൻ്റെ ബൂളിയൻ വാല്യൂ 0 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏത് ഓപ്പറേറ്റർ ചെക്ക് ചെയ്തേക്കുള്ളൂ? ഓർ ഓപ്പറേറ്റർ. ഇവിടെ നോക്കി നിങ്ങൾ മീൽ ഈക്വൽ ടു ഫ്രൂട്ട്, ഇത് ട്രൂ ആണ്. അപ്പം ഇവിടെ ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്. അതാണ് കമ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പം ടോട്ടൽ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. സോ ഇതേത് പ്രിൻ്റ് ചെയ്യും? പ്രിൻറ്റ് ലഞ്ച് ബീയിങ് ഡെലിവേർഡ്, ഇതായിരിക്കും എന്ത് ചെയ്യുക? പ്രിൻ്റ് ചെയ്യുക. ഇതെന്തായിരിക്കും? പ്രിൻ്റ് ചെയ്യില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ഈ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ 1 ആയിരിക്കും. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എനിവേ ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ റെസിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ നോക്കാം. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ, ആ പ്രസിഡൻസ് നമ്മൾ ഓവർ റൈഡ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾ മീൽ ഈക്വൽ ടു ഫ്രൂട്ട് ഓർ മീൽ ഈക്വൽ ടു സാൻഡ്വിച്ച്, ഇത് ട്രൂ ആണ്. മീലിൻ്റെ വാല്യൂ എന്താണ്? ഫ്രൂട്ടാണ് അല്ലേ? മീലിൻ്റെ വാല്യൂ ഫ്രൂട്ടാണ്. ഓർ മീൽ ഈക്വൽ ടു സാൻഡ്വിച്ച്, മീൽ സാൻഡ്വിച്ച് അല്ല. എന്നാലും ഒരു ഭാഗം 1 ആയതുകൊണ്ട് 1 ഓർ 0 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ 1 ആണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ 0 ആണ്. 1 ഓർ വിത്ത് 0 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? 1 ആയിട്ട് മാറും. ഇവിടെ വാല്യൂ എന്താണ്? 1 ആണ്. ആൻഡ് മണി ഗ്രേറ്റർ ദാൻ 2, ഇതിൻ്റെ വാല്യൂ എന്താണ്? മണി ഗ്രേറ്റർ ദാൻ 2 അല്ല, മണി 0 ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ 1 ആൻഡ് വിത്ത് 0 ആണ്. 1 ആൻഡ് വിത്ത് 0 പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും വരും. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ ബൂളിയൻ എക്സ്പ്രഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഈ പ്രിൻറ്റ് ലഞ്ച് ബീയിങ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യില്ല? പ്രിൻ്റ് ചെയ്യില്ല. ഏതായിരിക്കും പ്രിൻ്റ് ചെയ്യുക? എൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. പ്രിൻറ്റ് കാൺ ഡെലിവർ ലഞ്ച് എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുക. മനസ്സിലായില്ല? ഇതാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്? എന്ത്? പ്രസിഡൻസ് എന്ന് പറയും. അപ്പം പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഏത് ഓർഡറിലാണ് ഒരു എക്സ്പ്രഷനകത്ത് നമ്മൾ ഓപ്പറേറ്റേഴ്സുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അസോസിയേറ്റിവിറ്റി ഓഫ് പൈത്തൺ ഓപ്പറേറ്റർ. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റർ സെയിം പ്രസിഡൻസ് അല്ല, സെയിം പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈത്തൺ ഓപ്പറേറ്റർ ഹാൻഡിൽ ചെയ്യുക? മനസ്സിലാവുന്നതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. ആക്ച്വലി അതാണ്. Suppose if an expression contains more than one operators having same priority, then how Python interpreter handles this operator or this expression? എങ്ങനെയാണ് ഈ എക്സ്പ്രഷനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് മനസ്സിലാണ്ടോ പറയുന്നത്. സെയിം പ്രയോറിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ പ്ലസ് മൈനസ് എന്താണ്? സെയിം പ്രയോറിറ്റി ആണ്. അപ്പം 3 + 4 - 8 എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ ആദ്യം എന്ത് പെർഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ സമയത്ത് എങ്ങനെയായിരിക്കും എക്സ്പ്രഷനെ ഇൻ്റർപ്രിറ്റർ ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. വി ക്യാൻ സീ ഇൻ ദി അബവ് ടേബിൾ ദാറ്റ് മോർ ദാൻ വൺ ഓപ്പറേറ്റർ എക്സിസ്റ്റ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. ദീസ് ഓപ്പറേറ്റേഴ്സ് ഹാവ് ദി സെയിം പ്രസിഡൻസ്. അല്ലേ? കുറേ ഓപ്പറേറ്റേഴ്സിന് എന്തുണ്ട്? സെയിം പ്രസിഡൻസ് ഉണ്ട്, സെയിം പ്രയോറിറ്റി ഉണ്ട്. when two operators have the same precedence, associativity help to determine the order of operations. associativity ആണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ associativity അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് an expression എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. associativity is the order in which an expression is evaluated, that is multiple operator have the multiple operator of the same precedence. Almost all the operator have the left to right associativity. ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഒരുവിധം എല്ലാ ലാംഗ്വേജസിനകത്തും ഉണ്ടാകുന്നത്. ഒരുവിധം എല്ലാ ഓപ്പറേറ്റേഴ്സിനകത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ആദ്യം കാണുന്നത് സെയിം പ്രസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ലെഫ്റ്റിലായിരിക്കും തുടങ്ങുക, എന്നിട്ട് എവിടെ വെച്ച് അവസാനിക്കും? റൈറ്റിൽ അവസാനിക്കും. അതായത് പ്ലസും ഇപ്പം 3 + 4 - 2 എന്ന് പറയുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? 3 + ചെയ്യും. ലെഫ്റ്റിൽ നിന്നായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. 3 + 4 ആദ്യം പെർഫോം ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? -2 പെർഫോം ചെയ്യും. മനസ്സിലായി? അതാണ് ആക്ച്വലി എന്ത് പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഫ്ലോർ ഡിവിഷൻ ഹാവ് ദി സെയിം പ്രസിഡൻസ്
ആൻഡ് നമുക്ക് നോക്കാം എക്സാമ്പിൾ എന്താണെന്നുള്ളത്. ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി അത് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 5 ഇൻറ്റു എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫ്ലോ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഹിയർ multiplication and floor division operator have the same precedence. Then next we want to know how this expression is evaluated, or what is the output of 5 into /3 എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത്. ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കണം അല്ലേ. ഇതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി എന്ത് വരും, ആദ്യം എന്ത് ചെയ്യും, ലെഫ്റ്റുള്ള സാധനം പെർഫോം ചെയ്യും. 5 ഇൻറ്റു 2 എത്ര കിട്ടും, 10 കിട്ടും. 10 ഇവാലുവേറ്റ് ചെയ്യും. ഫ്ലോർ ഓപ്പറേറ്റർ 3, 10/3 എത്ര കിട്ടുക, 10/3 3 പോയിൻറ്റ് സംതിങ് കിട്ടും അല്ലേ, 3.3 എന്ന് പറയും. അപ്പം അതിൻ്റെ ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എത്രയാണ്, 3 ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി 3. ഓക്കെ. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർറൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഓവർറൈഡ് ചെയ്യാം, നമുക്കൊരു പരന്തസിസ് കൊടുത്താൽ മതി. പരന്തസിസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രസിഡൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർറൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യം ഏത് ചെയ്യും, 5 ഇൻറ്റു എന്ന് പറഞ്ഞ സാധനമല്ലേ ചെയ്യുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 5 ഇൻറ്റു 2 അല്ല ആദ്യം ചെയ്യുക. ആദ്യം ചെയ്യുന്നത് ഏതായിരിക്കും, ഇതായിരിക്കും 2 ഡിവൈഡ് ബൈ 2/3. അപ്പോൾ എന്തായിരിക്കും 2/3 എന്ന് പറഞ്ഞ സാധനം പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും വരും അല്ലേ. അപ്പം 5 ഇൻറ്റു 0 0, സോ റിസൾട്ട് വിൽ ബി 0. ഇതാണ് ആക്ച്വലി അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ഓർഡർ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഹാൻഡിൽ ആൻഡ് ഓപ്പറേറ്റ്സ് ഇൻ an expression having same priority or same precedence operator. That means in which order a Python interpreter handle an expression contains more than one same precedence operator. മനസ്സിലായില്ലേ? സെയിം പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈത്തൺ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ആക്ച്വലി ഇതിൻ്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പം ലെഫ്റ്റിൽ നിന്ന് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, ദെൻ റൈറ്റിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എഴുതാം. y is equal to x plus 3 divided by 6 minus 2 star 2. എക്സ്പ്രഷൻ്റെ മീനിങ് എന്താ, y ഈക്വൽ ടു എക്സ് പ്ലസ് ഇവിടെ വലുതാക്കാം. y ഈക്വൽ ടു ഇവിടെ ഡോട്ട് അറിയാതെ വന്നാണ് ഇവിടെ ആക്കാം. ഓക്കെ. y is equal to x plus 4/6 minus 2 raised to 2. ഇതിനകത്ത് ആദ്യം എന്ത് ഇവാലുവേറ്റ് ചെയ്യും, ഈ എക്സ്പ്രഷനകത്ത് എങ്ങനെയാണ് നമുക്കറിയാം എന്താണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്ന് അറിയാം. അസോസിയേറ്റിവിറ്റിക്കകത്ത് നമുക്കറിയാം ഏതാണ് ആദ്യം അസോസിയേറ്റിവിറ്റി ഉള്ളത്, ഏതൊക്കെയാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ പ്ലസ് എന്ന് പറഞ്ഞ വാല്യൂ, മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ. അത് രണ്ടിനും സെയിം എന്താണ് പ്രസിഡൻസ് ആണ്. അപ്പോൾ അത് ഒരേപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ ഡിഫറെൻറ്റ് എന്താണ് പ്രയോറിറ്റി. ഹയസ്റ്റ് പ്രയോറിറ്റി ഇതിനാണ്, ഈ എക്സ്പൊണൻഷ്യൽ ഫങ്ഷനാണ്. അടുത്തെന്താണ്, ഈ ഡിവിഷനാണ് അല്ലേ. പിന്നെ വരുന്നത് എന്താ, പ്ലസും മൈനസും. അതിന് രണ്ടിനും എന്താണ് സെയിം പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഇൻ്റർപ്രിറ്റർ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, y is equal to x പ്ലസ് എററില്ലാത്ത സ്ഥലത്തേക്ക് ഉണ്ടാകും, x പ്ലസ് 4/6 മൈനസ് അടുത്തതായിരിക്കും ആദ്യം ചെയ്യുക 2² ആയിരിക്കും ചെയ്യുക. കാരണം അതിനാണ് എന്ത് ഹയസ്റ്റ് പ്രയോറിറ്റി അല്ലേ. 2² എത്ര 4 അല്ലേ.
ഇനി ഹയസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് പ്രയോറിറ്റി ഡിവിഷനാണ് 4/6 അല്ലേ. ഇത് വേറൊരു വാല്യൂ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്കിതൊരു 24 ആക്കാം. അപ്പോൾ കുറച്ചുകൂടെ റിസൾട്ട് ഒരു സുഖം ഉണ്ടാവും. ഇനി എക്സ് പ്ലസ് 24/6. അപ്പോൾ അടുത്ത ഓപ്പറേറ്റർ ഏതാണ്? ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ ആയിരിക്കും ആദ്യം പെർഫോം ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 24/6 എന്താണ്? 24/6 എന്തായിരിക്കും കിട്ടുക? 4 കിട്ടും അല്ലേ. -4 അല്ലേ. ഇനി ഇവിടെ നോക്കിയത് പ്ലസും മൈനസും തന്നെ രണ്ട് ഓപ്പറേറ്ററാണുള്ളത്. ആ രണ്ടും എന്താണ്? സെയിം പ്രയോറിറ്റി ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ അപ്പോൾ ആദ്യം എങ്ങനെയാണ് ചെയ്യുക? രണ്ടും സെയിം പ്രയോറിറ്റി ആണെങ്കിൽ ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ ഇപ്പം 5. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വേരിയബിൾ ആണ്. എക്സിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിലും എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 മൈനസ് 4 മൈനസ് 5 പ്ലസ് 4 മൈനസ് എന്ത് ചെയ്യും? 4 ആയിരിക്കും. 5 പ്ലസ് 4 തന്നെ എന്തായിരിക്കും? 5 പ്ലസ് 4 തന്നെ എന്തായി മാറും? 9 ആയിട്ട് മാറും. അതിനകത്ത് നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യും? 4 സബ്ട്രാക്ട് ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു 5 ആയിട്ട് മാറും. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആദ്യം എന്ത് നോക്കും? നമ്മൾ ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ളത് ഏതാണെന്ന് നോക്കും, അത് പെർഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ലോവർ ഏതാണെന്ന് നോക്കും. ഈ ഈക്വൽ പ്രയോറിറ്റി വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മനസ്സിലായില്ലേ? ഇതാണ് ലെഫ്റ്റ് റൈറ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ചില കേസസ് ഉണ്ട് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ഇല്ലാത്ത ചില കണ്ടീഷൻസ് നോർമലി ഉണ്ടാവാറുണ്ട്. പൈത്തണിനകത്തുണ്ട്. അത് നോക്കാം നമുക്ക് എങ്ങനെയാണ്. നോട്ട് എക്സ്പൊണൻ്റ് ഓപ്പറേറ്റർ ഹാസ് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ഇൻ പൈത്തൺ. അപ്പം എക്സ്പൊണൻ്റ് ഓപ്പറേറ്ററിന് എന്തേ ഉള്ളൂ? റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഇതിനകത്തുള്ളത്, പൈത്തണിനകത്തുള്ളത്. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് 2 × 3 × 2 സ്ക്വയർ 3 സ്ക്വയർ 2. 2 സ്ക്വയർ 3 സ്ക്വയർ 2 എന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചനുസരിച്ച് എന്താണ്? 2⁻³ അല്ലേ. ഇതിൻ്റെ പിന്നെ വാല്യൂസ് എന്താ വരേണ്ടത്? 2⁻³ നമുക്കതും കൂടെ എഴുതാം. അതിൻ്റെ റീസൺ എന്താ? ഈ രണ്ട് സാധനത്തിനും, അതായത് രണ്ട് ഇതിനും എന്തായിരിക്കും? ഹയസ്റ്റ് പ്രയോറിറ്റിയാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം 2⁻³ ആണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? പെർഫോം ചെയ്യേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമുക്കറിയാവുന്നത്. ഇപ്പോൾ 2⁻³ തന്നെ എത്ര വരും? 2⁻³ എന്ന് പറഞ്ഞാൽ 8 വരും അല്ലേ. 8⁻² എന്ന് പറഞ്ഞാൽ 64 വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ റിസൾട്ട് വരേണ്ടത് എന്താണ്? 64 ആണ് വരേണ്ടത്. മനസ്സിലായില്ലേ? വരേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത് 64 ആണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തല്ല? 64 അല്ല വരിക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസോസിയേറ്റിവിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ആദ്യം പെർഫോം ചെയ്താണ്? ഇത് രണ്ടായിരിക്കും ആദ്യം പെർഫോം ചെയ്യുക. 3⁻² ആണ് ആദ്യം പെർഫോം ചെയ്യുക. മനസ്സിലായി പറയുന്നത്? 3⁻² എത്ര കിട്ടുക? 3 സ്ക്വയർ എത്ര കിട്ടും? 3 × 3 × 3 27 കിട്ടും. സോറി 3 സ്ക്വയർ എന്നാണ് പറഞ്ഞത്. സോറി 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 9 കിട്ടും അല്ലേ. 3⁻² എന്ന് പറഞ്ഞാൽ 9 കിട്ടും. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് എന്താ വരുന്നത്? ഇപ്പം ഇവിടെ എന്താ വരിക? ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും. 2 * × 9 വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2⁻9 എന്താ വരിക? 512 വരും. ഔട്ട്പുട്ട് എന്തായി മാറും? 512 ആയിട്ട് വരും. മനസ്സിലാകേണ്ട പറഞ്ഞു? ഇതിൻ്റെ റിസൾട്ട് 512 എന്നായിരുന്നു. ഇനി ജസ്റ്റ് അതിനെ ഓവർ റൈഡ് ചെയ്തു ലെഫ്റ്റ് ടു റൈറ്റ് നിന്ന് ആക്കുന്ന സമയത്ത് എന്താ വരുന്നത് നോക്കാം നമുക്ക്. നമ്മളിവിടെ എന്താ ചെയ്തത്? 2⁻³ എന്ന് പറഞ്ഞ സാധനം ആദ്യം ചെയ്തു. 2⁻³ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 8 കിട്ടും. 8⁻² എന്ന് പറഞ്ഞാൽ ഇത് 64. ഇവിടെ വരേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 64 ആണ് വരേണ്ടത്. അപ്പോൾ 64 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് കിട്ടുന്നത് 512 ആണ് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്താ? ഈ പിന്നെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ
റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, നോട്ട് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് വി ക്യാൻ സീ ദാറ്റ് 2 raised to 3 raised to 2 is equal to 2 raised to 3 into 2. ഇത് ആദ്യം പെർഫോം ചെയ്യും, എന്നിട്ട് എന്ത് പെർഫോം ചെയ്യുള്ളൂ, ഇവിടെ പെർഫോം ചെയ്യും. സോ ഇതിൻ്റെ ഓവർ റൈഡ് ചെയ്യുന്ന പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്, നോർമലി എല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, എക്സെപ്റ്റ് ഇൻ ദി കേസ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ. ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എന്താണ് നോൺ അസോസിയേറ്റിവിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. സം ഓപ്പറേറ്റേഴ്സ് ലൈക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഡു നോട്ട് ഹാവ് അസോസിയേറ്റിവിറ്റി ഇൻ പൈത്തൺ. അതിന് അസോസിയേറ്റിവിറ്റി ഇല്ല, ഒരു ഓർഡർ എന്ന് പറയാൻ ഉണ്ടാവില്ല. ദർ ആർ സെപ്പറേറ്റ് റൂൾസ് ഫോർ സീക്വൻസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഓപ്പറേറ്റർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ് ആസ് അസോസിയേറ്റിവിറ്റി. ഇതിന് ഒരു സെപ്പറേറ്റ് റൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, അസോസിയേറ്റിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എക്സ് ലെസ് ദെൻ വൈ ലെസ് ദെൻ സെറ്റ്, ഇത് കമ്പാരിസൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഐ മീൻ ഇതിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ എക്സ് ലെസ് ദെൻ വൈ, അങ്ങനെ ഒരിക്കലും മീൻ ചെയ്യാൻ പറ്റില്ല. എക്സ് ലെസ് ദെൻ വൈ ലെസ് ദെൻ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഇറ്റ്സ് എ സിൻടാക്സ് എറർ. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ദാറ്റ് ഡസൻറ്റ് മീൻ എക്സ് ലെസ് ദെൻ വൈ ലെസ് ദെൻ സെറ്റ്, ഓർ ഇറ്റ് ഡസൻറ്റ് മീൻ എക്സ് ലെസ് ദെൻ വൈ ലെസ് ദെൻ സെറ്റ്, ഇങ്ങനെ നമുക്ക് മീൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എക്സാക്ട്ലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ലെസ് ദെൻ വൈ ആൻഡ് വൈ ലെസ് ദെൻ സെറ്റ് എന്നിട്ട് കൊടുക്കണം. എക്സ് ലെസ് ദെൻ വൈ ആൻഡ് വൈ ലെസ് ദെൻ സെറ്റ് ആൻഡ് ഈസ് ഇവാലുവേറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഫർദർമോർ വൈൽ chaining an assignment like x is equal to y is equal to z is equal to 1, ഇത് പെർഫെക്റ്റ്ലി വാലിഡ് ആണ്. ഇത് സാധനം വാലിഡ് ആണ്. എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ സെറ്റിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെറ്റ് പ്ലസ് ഈക്വൽ ടു 2. ആക്ച്വലി സെറ്റ് പ്ലസ് 2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഡേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സെറ്റ് ഈക്വൽ ടു സെറ്റ് പ്ലസ് 2 എന്നാണ് ഇതിൻ്റെ മെയിൻ, സെറ്റ് പ്ലസ് 2. അപ്പം വൈ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു സെറ്റ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഇൻവാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു ഇൻവാലിഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കി നോക്കൂ നിങ്ങൾ, എക്സ്പ്രഷൻ ഈസ് ഇൻവാലിഡ്. ഇവിടെ കൊടുക്കുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെറ്റ് പ്ലസ് 2 ഈക്വൽ ടു 2 ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് പറയും, സിൻടാക്സ് ആയിരുന്നു, ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇത് വാലിഡ് അല്ല. അപ്പം അസോസിയേറ്റിവിറ്റി ഇല്ലാത്ത 2 ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും പിന്നെ ഏത് ഓപ്പറേറ്ററാണ് നമ്മൾ പറഞ്ഞത്, നോൺ അസോസിയേറ്റിവിറ്റി ഉള്ളതാണ് ആക്ച്വലി എന്ത്, പൈത്തൻ്റെ 2 നോൺ അസോസിയേറ്റിവിറ്റി ഉള്ള നോൺ അസോസിയേറ്റിവിറ്റി ഉള്ളതാണ് കമ്പാരിസൺ ഓപ്പറേറ്ററും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും. കമ്പാരിസൺ ഓപ്പറേറ്ററും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും എന്തില്ല, നോൺ അസോസിയേറ്റിവിറ്റി ഇല്ല. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ഉള്ളതാണ് എന്ത്, എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ. ബാക്കി എല്ലാത്തിനും എന്താണ്, റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ഉള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ ആൻഡ് നെക്സ്റ്റ് വൺ അസോസിയേറ്റിവിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ്. Precedence of operator means in which order Python interpreter evaluate an operator in an expression. ഓപ്പറേറ്റർ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രയോറിറ്റി കൺസിഡർ ചെയ്യുന്നത് ഒരു എക്സ്പ്രഷനകത്തുള്ളത്, അതാണ് ആക്ച്വലി പിന്നെ പ്രസിഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ in a Python expression contains more than one operator having same precedence, then how Python interpreter evaluate this operator. അതാണ് അസോസിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. എങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും നമ്മൾ അസോസിയേറ്റിവിറ്റി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ചിലതിന് അസോസിയേറ്റിവിറ്റി ഉണ്ടാവില്ല, അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനും ഏതിനും കൂടിയാണ്, കമ്പാരേറ്റർ ഓപ്പറേറ്ററുമാണ്. ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ഉള്ളതാണ് ആക്ച്വലി എന്ത്, ഏത് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ. സോ താങ്ക് യു.